എന്നിട്ടാ മൂട്ടിൽ തീ പിടിച്ച മാതിരി പായണ്. ആ അന്നെ കണ്ടത് നന്നായി. നമ്മളെ പാറപ്പുറത്തെ ബസീർ ഗൾഫിൽ നിന്നിന്ന് പറഞ്ഞിട്ട് ഓൻ വന്നിട്ട് 4-5 ദിവസമായി. സുബ്ഹാനല്ലാ, കൊണ്ടുവന്ന് മുഴുവപ്പ് തീർന്നിട്ടുണ്ടാവും. അതിനെന്തോ കൊണ്ടെന്ന്. ആഹാ, ഒന്നും കൊണ്ടുവരാതെ ദുബായിൽ നിന്ന് വരെ, എന്നാൽ ഓൻ തന്നെ മതിയല്ലോ. ആ പിന്നെ പറ്റ പുടുത്തമുട്ട ബഷീർ വന്നാണ്. ആ പാവത്തിന് ചെത്തണ്ട. അതിനാട്ടിയും വലിയ പുടുത്തമുട്ടാ ഞാൻ പോണേ. കുഞ്ഞലേക്കാ ആരാത്? അന്നെ കണ്ടിട്ട് കുറേ ആയി. നമ്മക്ക് വരണമെങ്കിൽ റോഡ് വേണ്ടേ കുഞ്ഞലേക്കാ? അപ്പൊ ഇന്ന് റോഡ് വേണ്ടേ? വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ്, വർക്ക്ഷോപ്പിലാ. ആ ഈ കത്ത് അസീനാക്ക, കുവൈത്ത് നിന്ന് പുതിയാപ്പളൻ്റെ. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് കാശ് കടന്നു തരണം. ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മുഴുവൻ അനക്കന്നെ തരാം. എൻ്റെ മകക്ക് ഈ കത്തന്നെ വലിയ കിട്ടല. 9 മാസത്തിനടക്ക അയച്ച ആദ്യത്തെ കത്താത്. ചിലപ്പോൾ പണി ശരിയാവാൻ താമസിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടാവും വൈകിയത്. ഓൻ്റെ പെരയ്ക്ക് കൃത്യമായിട്ട് കത്തെയ്തുണ്ടല്ലോ. അതൊക്കെ ഇനി ശരിയായിക്കോളും. പിന്നെ സാബിറാനെ കാണാൻ ആരോ വന്നിരുന്നു എന്ന് കേട്ടു, ഉറപ്പിച്ചോ? കഴിഞ്ഞ ആഴ്ച മരക്കാർ മൈസൂർ നിർത്തനെ കൊടുന്നിരുന്നു. ഓർക്കും വേണം പണ്ടം പണം. ഏടിനെടുത്ത് കൊടുക്കാനാ? മൈസൂർ കല്യാണമൊക്കെ 100 വട്ടം ആലോചിച്ചിട്ട് ചെയ്യാവൂ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ ഓല അവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയണില്ല. പല പെൺകുട്ടികളും ഇന്നും കണ്ണീര് കുടിക്കുന്നുണ്ട്. നമ്മളെ പൊന്തച്ചോട്ടിലെ ആലിക്കുട്ടിയാക്കാൻ്റെ മകളെ കല്യാണം നടന്ന മൈസൂർക്കായിരുന്നല്ലോ. 7 മാസം കഴിഞ്ഞപ്പോൾ ഓളെ മയ്യത്ത് അങ്ങോട്ട് എത്തിയത്. എന്താ ഏതാന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ശരിയാണത്. പിന്നെ ഇവിടെ ആകുമ്പം മക്കളെ കണ്ടിരിക്കുന്നതിലും ചെയ്യാലോ. പിന്നെ പെൺകുട്ടികളല്ലേ, എത്ര കാലാന്ന് വെച്ചാൽ ബാപ്പാക്കോലെ നോക്കാൻ പറ്റുക. അതുകൊണ്ടാ ബ്രോക്കർ വന്നപ്പം. ഒരു മൈസൂർ കല്യാണം നടത്തിയ ബ്രോക്കർമാർക്ക് ഭയങ്കര കമ്മീഷനാ കുഞ്ഞാലിയാക്ക. അതിനും വേണ്ടി അവരെന്തൊക്കെ കളികളാ കളിക്കാൻ നിങ്ങൾക്കറിയോ? ഇവിടുന്ന് മൈസൂർ പോയി താമസാക്കിയ മലയാളികളാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഏടാകൂടങ്ങൾ ഉണ്ടായ ഓലെ ബാക്കിയുള്ളവർ ഇവിടെ ഉണ്ടാവുമല്ലോ. സംസാരിച്ചൊന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ പോട്ടെ കുഞ്ഞാലിയാക്ക. എന്നാ അങ്ങനെ ചെയ്യാം. ആ ബഷീറിലൂട്ടിയ ഇവിടെ ഉണ്ട്, വിളിക്കാം. പസർമുള്ള ജാതിയാണല്ലോ. അല്ല, ആരപ്പത്? 4 ദിവസമായിട്ടും കാണാത്തോണ്ട് ഞാൻ കരുതി ആള് കാലിയായി പോയിട്ടുണ്ടാവുന്നേ. അറിയണ്ടേ? ജി വന്ന വിവരം അറിയണേ ഞാനിപ്പോളാ. കേട്ടപ്പം മണ്ടിയതാ ഞാൻ ഇങ്ങോട്ട്. അതുപോട്ടെ, എന്തൊക്കെയുണ്ട് ഹൈദ്രസ്ഖാന്റെ വിശേഷങ്ങൾ? ഞമ്മക്കെന്ത് വിശേഷാ മോനെ? പെണ്ണുങ്ങൾ ആനപ്പേർ പോലെ തലങ്ങും വിലങ്ങും പെറ്റുകൂട്ടുക. ഒക്കെ കൂടി പെത്തിരുന്നുണ്ട് എന്നുള്ള എനിക്ക് തന്നെ അറിയില്ല. ഐറ്റിങ്ങൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? ഞമ്മക്കതിന് വയ്യുണ്ടോ? അതുകൊണ്ട് പീടിയെന്ന് അങ്ങനെ കടം വാങ്ങണ്. ഒരു മാസം 3000 റുപ്യ പറ്റ് വരും. ഞാനൊരാൾ പാഞ്ഞ് നടന്നിട്ട് വേണ്ട കടമ്പ് കിട്ടാൻ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 3000 റുപ്യ എടുത്ത് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ എൻ്റെ കെട്ടിയൊക്കെ ഒരു നിർബന്ധം, ഓള് തുണി കൊടുക്കണില്ലാന്ന്. ഓക്കൊരു സാരി വേണമല്ലോ. ഏടുന്നപ്പോൾ ഞാനൊക്കെ സാരി വാങ്ങി കൊടുക്കുക. എന്നോട് പറഞ്ഞപ്പോൾ 2 സാരിയൊക്കെ എനിക്ക് തരും. പക്ഷേ എനിക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. പിന്നെ പോരാണെങ്കിൽ ചോറ് നൊലിച്ചിട്ട് വയ്യ. ചോറ് വെച്ചാൽ കഞ്ഞായിട്ടാണ് കുടിക്കൽ. എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ റിപ്പയറിങ്ങിനുള്ള ഓടും മരമൊക്കെ വാങ്ങിത്തരും. പക്ഷേ നമുക്കത് എന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റൂല. പിന്നെ കുട്ടിയൊക്കെ മുഴുവനോ നിർബന്ധം ഞാൻ ദുബായി പോകണമെന്ന്. ഐറ്റിങ്ങൾക്ക് വിവരം ഉണ്ടോ? ഇവിടുന്ന് ബേപ്പൂര് പോയി വരുന്ന മാതിരിയാണ് ദുബായ്. വിസ വേണ്ടേ? വിസ എന്നോട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വിസയൊക്കെ നേരാക്കി തരും. പക്ഷേ എനിക്കതെന്നോട് അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റൂല. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാം. ഈ ബഷീർ ഒരു കേരുമ്പോട്ടാൻ തന്നെ.
ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഭാര്യ കോരി അങ്ങോട്ട് കൊടുക്കും. എന്നാ ഓനൊക്കെ ഇനി ബുദ്ധി ഓർക്കുക. ഒന്നുമില്ല ഇവിടെ, കൊണ്ടുവന്നൊക്കെ തീർന്നു. കുറച്ച് നേരത്തെ വരണ്ടേ? അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് വന്ന്. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു ചോദിച്ച് വാങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെ തടിമെന്നൊരു കണ്ടാട് പോണ മാതിരിയാ. ഞമ്മക്കെന്നാ പിന്നെ കാണാം. ആ ഏരപ്പാന് എൻ്റെ ബാപ്പ കൊണ്ട് കൊടുക്കും പെന്നും തീപ്പെട്ടി. ഒരുത്ത ദുബായിൽ നിന്ന് വന്നാണല്ലോ. മനുഷ്യനായ കുറച്ചൊരു ഉൾപ്പ് വേണം ചങ്ങായി. എൻ്റെ ജീവിതത്തിലൊരു ഉപകാരം കിട്ടാത്ത സാധന പെന്ന്. അന്നൊക്കെ ദുബായ് പറഞ്ഞാൽ ചൊന്നെ ചവിട്ടണോ?